നാളെ വിഷുവല്ലേ, അപ്പൊ നമുക്ക് കണിക്കൊന്ന് പറിക്കാൻ പോവാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ വിഷുക്കണി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മക്കളെ വിളിച്ചുണർത്തണം. ലച്ചുവിനെ എണീപ്പിക്കാൻ പോവാണ്. ആ ലച്ചു എണീറ്റ് അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നല്ല ഉഷാറായിട്ട് എണീറ്റ് വന്ന് കണിയെല്ലാം കണ്ടു. ദേവ നല്ല വഴക്കായിരുന്നു കേട്ടോ. ദേവനെ എണീപ്പിക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. അവനെന്താ എണീറ്റ് വന്ന് കണി കാണുന്നത്. പക്ഷെ അവൻ നല്ല വഴക്കായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എടുക്കമ്മ എന്ന് പറഞ്ഞാൽ നല്ല കരച്ചിലായിരുന്നു. കണിയെല്ലാം കണ്ട് ഒരു 6:30 ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു. അമ്പലത്തിൽ നിന്ന് നേരെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കൈനീട്ടം കൊടുത്തു. അത് കഴിഞ്ഞത് ആ മക്കൾക്ക് അച്ഛൻ കൈനീട്ടം കൊടുക്കുകയാണ്. അവിടെ നിന്ന് നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ചേച്ചി ഞാനും കൂടെ അമ്മയ്ക്കും അച്ഛനും കൈനീട്ടെല്ലാം കൊടുത്തു. ഏട്ടൻ്റെ വീട്ടിലായിരുന്നു വിഷു ആഘോഷിച്ചിരുന്നത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ മക്കൾക്ക് ഇതാ കൈനീട്ടം കൊടുക്കാൻ ഞാനും ചേച്ചിയും കൂടെ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. അവരെല്ലാം ഹാപ്പിയായി. എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്ത് ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കാൻ പോയി. ഒരു 12:30 മണിയാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം കുശലൊക്കെ പറഞ്ഞ് ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോന്നു. ചേട്ടനും അനിയത്തിയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി പൂത്തിരിയൊക്കെ കത്തിച്ച് വിഷു ആഘോഷിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.